ഹലോ. അപ്പോൾ ഞാൻ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്കുകൾ അല്ലെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ലിപ്സ്റ്റിക്കുകൾ കാണിക്കണം എന്നുള്ളത്. അപ്പം ഞാൻ ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിട്ടില്ല, പക്ഷെ ഒരു ലിപ് ഗ്ലോസ് ഇട്ടിട്ടുണ്ട്. സ്വിസ് ബ്യൂട്ടി വെറ്റ് ഗ്ലോസ് എന്ന് പറയുന്ന ഡീപ്പ് ഡിസയറിൻ്റെ ഷെയ്ഡ് വരുന്ന ഒരു ലിപ് ഗ്ലോസ് ആണ്. ഒട്ടും സ്റ്റിക്കി അല്ല കേട്ടോ, ഇത് നല്ലൊരു റഷൊക്കെയാണ്. ഇടാ ഒരു നല്ല ന്യൂഡ് ഷെയ്ഡാണ്. ന്യൂഡ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ലിപ് ഗ്ലോസ് ഉപയോഗിക്കുന്നത്. ലിപ്സ്റ്റിക് ഇടാൻ ഇഷ്ടമല്ല, ലിപ് ഗ്ലോസ് മാത്രം മതി എന്നൊരു ചെറിയൊരു ഷെയ്ഡും ഉണ്ട്. ന്യൂഡ് ഷെയ്ഡാണ് ഇട്ടേക്കുന്ന ഷെയ്ഡ്. ഈ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഡേറ്റർ വ്യൂ എന്ന് പറയുന്ന മൈഗ്ലാമിൽ ഞാൻ വാങ്ങിച്ചൊരു ലിപ്സ്റ്റിക്കാണ്. അപ്പം അതിൻ്റെ ഞാൻ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഒരെണ്ണം തീർന്നു, അപ്പോഴത്തെ ഞാൻ ഒന്നുകൂടെ വാങ്ങിച്ചു. കാരണം എനിക്ക് അത്ര ഇഷ്ടമാണ് ഈ ഷെയ്ഡ് എന്ന് പറയുന്നത്. ഈ ഷെയ്ഡ് ഞാനാണെങ്കിൽ കയ്യിലിട്ട് കാണാം, ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. അതെ, ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്. എല്ലാ സ്കിൻ ടോണും ചെയ്തില്ല. ഡാർക്ക് കളേഴ്സ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലിപ്സ്റ്റിക്കാണ്. ലോങ് ലാസ്റ്റ് ചെയ്യും, ട്രാൻസ്ഫർ പ്രൂഫാണ്, ഒരു രക്ഷയില്ല. കിടിലൻ ലിപ്സ്റ്റിക്കാണ്. ആ ഒരു വിലയ്ക്ക് കിടിലൻ ലിപ്സ്റ്റിക്കാണ്. 200 താഴെ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അടുത്തത് ഞാനൊരു ന്യൂഡ് ഷെയ്ഡ് കാണിച്ചുതരാം. ന്യൂഡ് ഷെയ്ഡ് എന്ന് വെച്ചാൽ എനിക്ക് അത്ര ഇഷ്ടമല്ല, ഞാൻ ന്യൂഡ് ഷെയ്ഡ് അങ്ങനെ ഇടാറില്ല. നല്ല ഞാൻ കാണിച്ചു തരാം. ഇത് മെബ്ലിൻ ന്യൂയോർക്കിൻ്റെ ലിപ് ഗ്ലോസ് അല്ല, ലിപ് ക്രയോൺ ആണ്. ഇത് ഓൾമോസ്റ്റ് തീർന്ന്. ഞാൻ എൻ്റെ ചേച്ചി ഉപയോഗിക്കാറുണ്ടായിരുന്നു, തീർന്ന്. എനിക്ക് അത്ര ന്യൂഡ് ഷെയ്ഡ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇടാറില്ല. ഇതുണ്ടോ, ഞാൻ ഇടുമ്പോൾ ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ല. ഞാൻ അതുകൊണ്ട് ഈ ഷെയ്ഡ് ഞാൻ ഉപയോഗിക്കാറില്ല. റിട്ടേൺ കൊടുക്കാനും പറ്റിയില്ല, ഉപയോഗിച്ചല്ല. അപ്പം അങ്ങനെ റിട്ടേൺ കൊടുക്കുന്നതെന്ന് വിചാരിച്ചു, റിട്ടേൺ കൊടുക്കാൻ പറ്റിയില്ല. പക്ഷെ ന്യൂഡ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഫെയർ ആയിട്ടുള്ളവർക്കൊക്കെ ഈ ഷെയ്ഡ് ചേരുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഒട്ടും ചേരത്തില്ല. ഓക്കെ, നമുക്ക് അടുത്ത ലിപ്സ്റ്റിക്കിലോട്ട് പോകാം. ഓക്കെ, അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ വേറൊരു ഫേവറേറ്റ് ലിപ് ഷെയ്ഡാണ്. ആദ്യമേ ഞാൻ പറയട്ടെ, ഇത് ഒരു ലിപ്സ്റ്റിക്കായിട്ട് ഇടുന്നതല്ല, ഞാൻ 2 ലിപ്സ്റ്റിക്ക് മിക്സ് ആക്കിയാണ് ഈ ഷെയ്ഡ് ഇടുന്നത്. ഫസ്റ്റ് വൺ മെബ്ലിൻ ന്യൂയോർക്കിൻ്റെ തന്നെ സൂപ്പർ സ്റ്റേ മാറ്റിംഗ് എന്ന് പറയുന്ന ലിപ്സ്റ്റിക്കാണ്. അപ്പം ഇത് അത്യാവശ്യം വില ആയിരം തോന്നുന്നു. എനിക്കൊന്ന് 600-700 രൂപയാണ്ടാന്ന് തോന്നുന്നു. ഓഫർ വന്നപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. ഇത് സീക്കർ 245 എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഒരു ബ്രിക്ക് ഷെയ്ഡാണ്. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. എനിക്കിത് അത്ര ഇഷ്ടമല്ല. ലിപ്സ്റ്റിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഈ ഷെയ്ഡ് എനിക്ക് അത്ര ഇഷ്ടമല്ല. കാരണം ഈ ലിപ്സ്റ്റിക്കിന് നല്ലോണം ലോങ് ലാസ്റ്റിങ് കുറേ നേരം നിൽക്കും. ട്രാൻസ്ഫർ പ്രൂഫാണ്, കിടിലം ലിപ്സ്റ്റിക്കാണ്. പക്ഷെ എനിക്ക് ഷെയ്ഡ് എന്തോ അത്ര ഒരു കോൺഫിഡൻസ് തരുന്നില്ല. എന്നാൽ മോശമല്ല, എന്നാൽ എനിക്ക് അത്ര കോൺഫിഡൻസ് തരുന്നില്ല. അപ്പം ബ്രൗൺ ഷെയ്ഡൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കാം. അപ്പം ഇത് ഞാൻ എൻ്റെ വീട്ടിൽ അടുത്തുള്ളൊരു കടയിൽ നിന്ന് വാങ്ങിച്ച ലിപ്സ്റ്റിക്കാണ്. ഇതെന്ന് പറഞ്ഞാൽ നല്ല ഡാർക്കാണ്. ഡാർക്ക് എന്ന് പറഞ്ഞാൽ ബ്രൗൺ പ്ലം എല്ലാം കൂടെ ചേർന്നൊരു കളറാണ്. അപ്പം ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ആ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് ഇതും കൂടെ ഇടും. 2 മിക്സ് ആക്കിയാണ് ഞാൻ ഇടാറ്. ഓക്കെ, ഈ 2 ഷെയ്ഡും കൂടി മിക്സ് ആക്കി ഇടുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമെന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡാണ് ഈ 2 ലിപ്സ്റ്റിക്കും കൂടെ. എന്നാൽ ഒന്ന് എനിക്കിത് കുറച്ച് ലൈറ്റായിട്ടും പോയി, ഇത് കുറച്ച് ഡാർക്കായിട്ടും പോയി. അപ്പോൾ 2 കൂടെ മിക്സ് ആക്കിയപ്പോൾ ന്യൂട്രൽ ആയതുകൊണ്ട് എനിക്കിത് ഇഷ്ടപ്പെട്ട്. കറൻ്റ്ലി ഞാൻ കുറേ നാളുകൊണ്ട് ഇപ്പം ഈ ഒരു ഷെയ്ഡാണ് ഉപയോഗിക്കുന്നത്. ഈ 2 കൂടെ മിക്സ് ആക്കിയിട്ടുള്ളൊരു ഷെയ്ഡാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ ആദ്യം കാണിച്ച മെബ്ലിൻ്റെ അല്ല, മൈഗ്ലാമിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, ഡേറ്റർ വ്യൂ എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഞാൻ ഈ മൈഗ്ലാമിൻ്റെ കുറേ ലിപ്സ്റ്റിക്കുകൾ വാങ്ങിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ ഡേറ്റർ വ്യൂ തന്നെയാണ്. ഇത് ഒരെണ്ണം വാങ്ങിച്ചു, തീർന്നു. പിന്നെ ഞാൻ എനിക്കൊരെണ്ണം ചേച്ചിക്ക് ഒരെണ്ണമായിട്ട് വാങ്ങിച്ചു, അതും ഓൾമോസ്റ്റ് തീരാറായി. ഇത് 200 രൂപയുടെ അകത്തേ ഉള്ളൂ ഇതിൻ്റെ വില എന്ന് പറയുന്നത്. ആ വിലയ്ക്ക് ഇത് കിടിലുമാണ്. 10 on 10 അമ്മതൊരു സൂപ്പറാണ്. മാറ്റ് ഫിനിഷ് ആയിരുന്ന ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. ബൈ.